Good morning to all. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ ആ പ്രോബ്ലം പറഞ്ഞു തരാമെന്ന്. ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്താൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. ഈ പ്രോബ്ലം ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ഐ വിൽ ഷോ യു ദ ആൻസർ ഓൾസോ. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്നലെ ഒരു കുട്ടി സംശയം ചോദിച്ചിരുന്നു, പ്രോഫിറ്റിൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അത് നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? 1/10 ഓഫ് സെയിൽ ഇസ് ഈക്വൽ ടു 1/9 ഓഫ് കോസ്റ്റ്, അങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്? അങ്ങനെയാണ് പഠിച്ചിട്ടുള്ള വെച്ചാൽ അത് ഫോളോ ചെയ്തോളൂ. ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ ലോജിക്കാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ 1/10 ഓഫ് സെയിൽ 1/9 ഓഫ് കോസ്റ്റ് ആവണത്? അതിൻ്റെ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും സംശയം ആ ഭാഗത്തുണ്ട് വെച്ചാൽ ഞാൻ പ്രോഫിറ്റിൻ്റെ മാത്രം വെച്ചിട്ട് ഞാനൊരു ക്ലാസ് എടുത്തുതരാം. ഹൗ ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ സെയിൽസ്. സെയിൽസിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് കോസ്റ്റിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നേരെ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് അത് രണ്ടും ചെയ്യാന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ പോലെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ബഡ്ജറ്റിംഗ് മീൻ വൈൽ എടുത്തു തുടങ്ങും. ഇപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ അടുത്ത പ്രോബ്ലം കൂടിയും ചെയ്ത് തരാം എന്ന് വിചാരിക്കുകയാണ്. കാരണം നിങ്ങളാരും ഒരു സംശയവും ചോദിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ചെയ്യേണ്ടതെന്നോ നിങ്ങൾ വല്ലതും ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത പ്രോബ്ലം കൂടി പറഞ്ഞു തരാണ്. കിട്ടാതെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ബി ഷുവർ ടു ആസ്ക് ഡൗട്ട്സ്. പക്ഷേ ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അൺലെസ് ആൻഡ് അൺടിൽ യു സോൾവ് പ്രോബ്ലംസ് അലോൺ, you will not know the essence of accounting. And I repeat, cost accounting is not a difficult subject. Cost accounting നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have not studied anything എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് മാർക്സ് ഓൾസോ. മാർക്ക് കിട്ടാനും പിന്നെ അടുത്തത് ഞാൻ എടുക്കാൻ പോണ ബഡ്ജറ്റിങ്ങും അതെ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ലേബർ ഓവർ ഹെഡും കൂടി ഉണ്ട്. എനിക്കിത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്നെക്കൊണ്ട് കുറേശ്ശെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഐ എം സ്ലോയിങ് ഡൗൺ. ബട്ട് ഡസൻറ്റ് മാറ്റർ, ഐ ഷുൽ മേക്ക് things better. Clear? So see the illustration. The managing director of a small manufacturing concern consults you as to the minimum price at which he can sell the output of one of the department of the company which is intended for mass production in future. അപ്പോൾ ഒരു മാനേജിങ് ഡയറക്ടറാണ്. അയാൾ നമ്മളെ കൺസൾട്ട് ചെയ്യാണ്. അയാൾക്ക് വേണ്ടത് ഏറ്റവും മിനിമം പ്രൈസിൽ എങ്ങനെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അയാൾ ഭാവിയിൽ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം പ്രൈസ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കോസ്റ്റ് ഷീറ്റ് ആണ്. കാരണം അവിടെയാണ് മിനിമം പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ വേറെ എവിടെയും കൊടുത്തിട്ടില്ല എന്താണ് കാൽക്കുലേറ്റ്, പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് എന്നൊന്നും മറ്റു വരില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. The company's records show the following particulars for this department for the past year for production and sale of 100 units. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് 100 യൂണിറ്റിൻ്റെ എക്സ്പെൻസ്. ഇടയിൽ ചെറിയൊരു ഇൻറ്ററപ്ഷൻ വീഡിയോയിലുണ്ടായി. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 100 യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ദ മെറ്റീരിയൽസ് 13,000, ഡയറക്റ്റ് ലേബർ 7,000. പ്രോബ്ലം ഫുള്ള് വായിക്കണവരെ ശ്രദ്ധിക്കണം കേട്ടോ. ഡയറക്റ്റ് ചാർജസ് 1,000, വർക്ക്സ് ഓവർഹെഡ് 7,000, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, പ്രോഫിറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് 100 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ താഴെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി വായിച്ചിട്ടാണ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. യു അസർട്ടൈൻ ദാറ്റ് 40% ഓഫ് വർക്ക്സ് ഓവർഹെഡ് fluctuate directly with production and 70% of the selling overhead fluctuate with sales. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വർക്ക്സ് ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 7,000 ആണ്. ആ
7000 രൂപയുടെ വർക്ക്സ് ഓവർഹെഡ് ഇസ് ഗിവൺ ആസ് 7000. ആ 7000 റുപ്പീസിൻ്റെ വർക്ക് ഓവർഹെഡിൻ്റെ 40% ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വർക്ക്സ് ഓവർഹെഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 40% ഇസ് വേരിയബിൾ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആവും ഫിക്സഡ്? 60% ഇസ് ഫിക്സഡ്. അതവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസ് എന്താ, അത് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 40% വെച്ചാൽ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 500 യൂണിറ്റിന് എത്ര കോസ്റ്റ് ആവും വെച്ചാൽ അതിൻ്റെ 40% ആണ് വേരിയബിൾ വരിക. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ്. ഇപ്പോൾ 7000ൻ്റെ 60% ഫിക്സഡാന്ന് നമ്മൾ പറയുക വെച്ചാൽ ഇനി അത് മാറി 500 യൂണിറ്റ്സിന് വരികയാണെങ്കിലും നമുക്ക് എത്ര ആൻസർ ഇപ്പോൾ കിട്ടിയ വെച്ചാൽ അത് തന്നെയാണ് ഫിക്സഡ്. പിന്നെ പ്രോബ്ലത്തിൽ പറയണം ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് പറയുന്ന ഇൻക്രീസ് വെച്ചാൽ അത് മാത്രം കൂട്ടാനേ പാടുള്ളൂ. So that point is very important in this question, that variable overheads always vary, fluctuate directly with production മാറുന്നതിനനുസരിച്ച് വേരിയബിൾ ഓവർഹെഡ് മാറും. അപ്പോൾ നമ്മളിവിടെ വർക്ക്സ് ഓവർഹെഡ്, അതായത് വർക്ക്സ് ഓവർഹെഡ് പറയുമ്പോൾ വർക്ക് കോസ്റ്റ് ആണ്. ഫാക്ടറി ഓവർഹെഡിനെയാണ് പറയുന്നത്. ആഡ് ഫാക്ടറി ഓവർഹെഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിനെയാണ് വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രോബ്ലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എഴുതണം ആഡ് ഫാക്ടറി ഓവർഹെഡ്, എന്നിട്ട് താഴെ എഴുതണം വേരിയബിൾ 7000 ഇൻറ്റു 40% വേരിയബിളും ഫിക്സഡ് 7000 ഇൻറ്റു 60% ഫിക്സഡും. അത് സ്പ്ലിറ്റായിട്ട് നിർബന്ധമായിട്ടും കാണിക്കണം. ക്ലിയർ? അപ്പോൾ വർക്ക്സ് ഓവർഹെഡിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനമായി. ഇനി ഇവിടെ താഴെ നോക്കൂ, direct 70% ഓഫ് സെല്ലിംഗ് ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് അറിയില്ലേ, അതാണ് സെല്ലിംഗ് ഓവർഹെഡ്. അതിൻ്റെ 70% ഫ്ലക്ച്വേറ്റ് വിത്ത് സെയിൽസ്. ആ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് 70%. അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഓവർഹെഡ് എത്രയാണ്? 3200 സെല്ലിംഗ് ഓവർഹെഡ്. അപ്പോൾ അവിടെയും ഒരു സ്പ്ലിറ്റ് വരികയാണ്. ദർ ഇസ് എ സ്പ്ലിറ്റ്. വേരിയബിളും ഫിക്സഡുമായിട്ട് സ്പ്ലിറ്റ് വരുന്നുണ്ട്. വേരിയബിൾ എത്ര പെർസെൻറ്റേജാണ് വേരിയബിൾ? 70%. അപ്പോൾ 3200ൻ്റെ 70% വേരിയബിളും 3200ൻ്റെ 30% ഫിക്സഡുമാണ്. ക്ലിയർ? അത് സെയിൽസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സെയിൽസ് കൂടുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കൂടും, പക്ഷെ സെയിൽസ് കൂടുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കൂടില്ല. പക്ഷെ അവിടെ ഞാനൊരു പോയിന്റ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് കൂടും എന്നുള്ളൊരു സെൻറ്റൻസ് വരികയാണെങ്കിൽ എത്ര എമൗണ്ടാണ് കൂടുക അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് കൂടുക വെച്ചാൽ പഴയ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ ആ പെർസെൻറ്റേജ് മാത്രം കൂട്ടി കാണിക്കുക. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കുക. അപ്പോൾ ഈ രണ്ട് പാർട്ടും ക്ലിയർ ആയില്ലേ? It is anticipated that department would produce 500 units per annum and that, അപ്പോൾ മാറുക കേട്ടോ, 100 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഭാവിയിലേക്കുള്ള ആൻറ്റിസിപ്പേഷൻ എന്താ വെച്ചാൽ 500 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ആൻഡ് ദാറ്റ് ഡയറക്റ്റ് ലേബർ ചാർജസ് പെർ യൂണിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 20%. ഡയറക്റ്റ് ലേബർ ചാർജ് 20% കുറയും. അപ്പോൾ 500 യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷന് അടുത്ത കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. ആ അടുത്ത കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് ലേബർ 20% കുറയും. ഡയറക്റ്റ് ലേബർ 7000 തന്നിരിക്കുന്നത്, അത് 20% കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ ഫിക്സഡ് ഓവർഹെഡ് വിൽ ഇൻക്രീസ് ബൈ 3000. ഫിക്സഡ് ഓവർഹെഡ് ഫിക്സഡ് വർക്ക്സ് ഓവർഹെഡ് 3000 രൂപ കൂടും. ഫിക്സഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റരുത്, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വർക്ക്സ് ഓവർഹെഡിലെ ഫിക്സഡ് 3000 രൂപ കൂടും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡ് ആർ എക്സ്പെക്റ്റഡ് ടു ഷോ ആൻ ഇൻക്രീസ് ഓഫ് 25%. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും
മാറ്റമുണ്ട്, ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡിനും മാറ്റമുണ്ട്, 25% കൂടും. ബട്ട് അതർവൈസ് നോ ചേഞ്ചസ് ആർ ആൻറ്റിസിപ്പേറ്റഡ്. അപ്പം അങ്ങനെ 25% കൂടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, നേരത്തെ തന്ന ഡീറ്റെയിൽസിൽ വെറുതെ 25% ആഡ് ചെയ്താൽ പോരാ. കാരണം നേരത്തെ തന്നിട്ടുള്ളത് 100 യൂണിറ്റിനാണ്. ഇത് രണ്ട് രീതിയിൽ പ്രോബ്ലം ചെയ്യാം. ഒന്നുകിൽ 100 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ 1 യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കില്ലേ, അങ്ങനെ 1 യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കുക. രണ്ടാമതൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. യു പ്രിപ്പയർ ഫോർ 500 യൂണിറ്റ്സ് ആൻഡ് സി വാട്ട് ഡിഫറൻസ് വിൽ മേക്ക്. അപ്പോൾ 500 യൂണിറ്റ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ അതാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ഇന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റിൽ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് തോന്നുന്നത് ഈ പ്രോബ്ലം നിങ്ങൾ ഒന്ന് മെനക്കെട്ടാൽ ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. പക്ഷെ ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 500 യൂണിറ്റിന് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുക മെറ്റീരിയലാണ്. മെറ്റീരിയലിന് ഒരു ചേഞ്ചും പറഞ്ഞിട്ടില്ല വെച്ചിട്ട് 13,000 എഴുതാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ, 13,000 ഡിവൈഡഡ് ബൈ 100. 13,000 എത്ര യൂണിറ്റ്സിനായിരുന്നു? 100 യൂണിറ്റിനായിരുന്നു. അപ്പോൾ നമുക്ക് 1 യൂണിറ്റിൻ്റെ കിട്ടും, ഇൻറ്റു 500 അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 2 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ കോസ്റ്റ് ഷീറ്റിൽ കാര്യം കഴിക്കാം. ക്ലിയർ? മെറ്റീരിയൽ 13,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500. ഇനി അടുത്തത് ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകം, ഒരു 20% കുറവുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എഴുതണം 7,000 എത്ര യൂണിറ്റ്സിനാ? 7,000 100 യൂണിറ്റ്സിനാണ്. അപ്പോൾ 7,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതാം. ലെസ് 20%, 20% കുറയ്ക്കുക, പെർ യൂണിറ്റ് കുറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 7,000 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് 1 യൂണിറ്റിൻ്റെ കിട്ടും. അവിടെ തന്നെ റെഡ്യൂസ് ചെയ്യുക 20%, ലെസ് 20%, എന്നിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഇൻറ്റു 500, 500 യൂണിറ്റിന്. അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ വർക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് 2 കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒറ്റ കോസ്റ്റ് ഷീറ്റിൽ നമ്മുടെ പണി തീരും. ക്ലിയർ? അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കഴിഞ്ഞു, ലേബർ കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ചാർജാണ്. ഒന്നും ഡയറക്റ്റ് ചാർജിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, അതർ എക്സ്പെൻസസിനെയാണ് ഡയറക്റ്റ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം 1000 100 യൂണിറ്റിനാണ്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500 നമുക്ക് 500 യൂണിറ്റിന് കിട്ടി. മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ചാർജസ്, ഇത് മൂന്നും കൂടി കൂട്ടിയാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ പ്രൈം കോസ്റ്റ്. ക്ലിയർ അല്ലേ? പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിന് അവിടെ വരുമ്പോൾ തന്നെ ക്ലാരിറ്റി വേണം. യു നീഡ് ടു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഫിക്സഡും ഉണ്ട് വേരിയബിളും ഉണ്ട്. അപ്പോൾ വർക്ക്സ് കോസ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതും ഫിക്സഡ്, വേരിയബിൾ ആൻഡ് ഫിക്സഡ്. വേരിയബിൾ ആദ്യം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40% ഇതാണ് വേരിയബിളാണ്, ബാക്കി 60% ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുക 7,000 ഇൻറ്റു 40% വേരിയബിളാണ്. ക്ലിയർ? പക്ഷെ അത് എത്ര യൂണിറ്റ്സിൻ്റെയാണ്? 100 യൂണിറ്റ്സിൻ്റെയാണ്. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500 ചെയ്താലാണ് നമുക്ക് 500 യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കിട്ടുള്ളൂ. വേരിയബിളിന് ഒരു മാറ്റവും ഇല്ല. വേരിയബിൾ ഇൻക്രീസസ് വെൻ ദ യൂണിറ്റ് ഇൻക്രീസസ്. യൂണിറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും കൂടിയും പറയാം, 7,000ൻ്റെ 40% വേരിയബിൾ. പക്ഷെ ആ 7,000ൻ്റെ 40% 100 യൂണിറ്റിനാണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ 100 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 യൂണിറ്റിൻ്റെ കിട്ടി. ഇൻറ്റു 500 ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ഫോർ 500 യൂണിറ്റ്സ്. അത് ഇന്നർ കോളത്തിൽ എഴുതുക. വേരിയബിളായി, വേരിയബിൾ വർക്ക്സ് കോസ്റ്റായി.
ഫിക്സഡ് വർക്ക്സ് കോസ്റ്റ് ചെയ്യുക 7000 ഇൻറ്റു 60%. പക്ഷെ ഓർക്കണം, അത് ഡിവൈഡഡ് ബൈ 100 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് 500 യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഫിക്സഡ് ഈസ് ഫിക്സഡ്. അത് 100 യൂണിറ്റിനായാലും 1000 യൂണിറ്റിനായാലും ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 7000 ഇൻറ്റു 60% യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ. ആ ആൻസർ അവിടെ വെക്കുക. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വർക്ക്സ് ഓവർ ഹെഡ്, അതായത് ഫിക്സഡ് വർക്ക്സ് ഓവർ ഹെഡ് 3000 രൂപ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം എത്ര ആൻസർ ആണോ കിട്ടിയത് അതിൻ്റെ കൂടെ 3000 കൂടിയും കൂട്ടിയിട്ട് ഫിക്സഡ് എഴുതാം. അപ്പോൾ വർക്ക്സ് കോസ്റ്റായി, വർക്ക്സ് ഓവർ ഹെഡായി. ഫാക്ടറി കോസ്റ്റിനെയാണ് വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡും വേരിയബിളും ആയി. ആഡ് ദാറ്റ് വർക്ക്സ് കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ ആഡ് ദാറ്റ് വർക്ക്സ് ഓവർ ഹെഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ വർക്ക്സ് കോസ്റ്റ് കിട്ടി. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡാണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന് വേറെ ചേഞ്ച് ഒന്നും പറയുന്നില്ല. 2800 ആണ്. അപ്പോൾ 2800 ഡിവൈഡഡ് ബൈ 100. ക്ലിയർ? ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500. നമുക്ക് എത്ര 500 യൂണിറ്റ്സിന് എത്ര കിട്ടണമെന്ന് നോക്കുക. ഒരു 25% ഇൻക്രീസും ചെയ്യുക. 25% ആഡ് ചെയ്തിടുക ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ. കാരണം ഒരു ഇൻക്രീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ? ഇനി അടുത്തത് സെല്ലിംഗ് ഓവർ ഹെഡാണ്. സെല്ലിംഗ് ഓവർ ഹെഡിനും പ്രത്യേകം പറയുന്നുണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. സെല്ലിംഗ് ഓവർ ഹെഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഫിക്സഡ് 30%, വേരിയബിൾ 70%. അപ്പോൾ ആദ്യം വേരിയബിൾ എടുക്കുക. 3200 ഇൻറ്റു 70% ആണ് വേരിയബിൾ. അത് ദാറ്റ് ഈസ് ഫോർ 100 യൂണിറ്റ്സ്, 100 യൂണിറ്റിനാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ ഒരു യൂണിറ്റിന് കിട്ടും. ഇൻറ്റു 500 ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഫോർ 500 യൂണിറ്റ്സ്. വേരിയബിൾ കഴിഞ്ഞു. ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 25%, 25% കൂടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3200 ഇൻറ്റു 30% ചെയ്യുക. അത് ഫിക്സഡ് ആണ്. ക്ലിയർ? അത് ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ 100 ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ആ കിട്ടുന്നത് എന്ത് എമൗണ്ട് ആച്ചാൽ അതിൻ്റെ കൂടെ 25%, ആ എമൗണ്ടിൻ്റെ 25% ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വേരിയബിൾ എക്സ്പെൻസസ്. ക്ലിയർ? അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പിന്നെ തന്നിട്ടുള്ളത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് 6000 യൂണിറ്റ്സിനാണ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. അല്ലാതെ 6000 രൂപ പ്രോഫിറ്റ് 100 യൂണിറ്റിനാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതിനെത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 6000, അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മുകളിൽ പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജാന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മുകളിലും ഈ പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ പ്രോഫിറ്റ്. ആഡ് ദ പ്രോഫിറ്റ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. ഇത്രയും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യുക. ഞാൻ എന്തായാലും സൊല്യൂഷൻ കാണിക്കുന്നില്ല. ഇത്രയും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് യു ലുക്ക് അറ്റ് ദ സൊല്യൂഷൻ. You will be able to understand, I'm sure. Clear? See you with the next video. Till then, take care. Okay.